നമസ്കാരം. ഹാദിയ എന്ന 24-കാരി ആരുടെ കൂടെ ജീവിക്കണം, ഏത് മതത്തിൽ വിശ്വസിക്കണം, അത് തീരുമാനിക്കേണ്ടത് ഹാദിയ തന്നെ. പക്ഷേ അല്ലെന്ന് കേരള ഹൈക്കോടതി പറയും. ഹാദിയ അവളുടെ അച്ഛന്റെയും അമ്മയുടെയും കൂടെ ജീവിക്കണം. ഹാദിയ ഹിന്ദുമതം തന്നെ വിശ്വസിക്കണം. ഹാദിയ അല്ല അഖില. ഇതാണ് കോടതി വിധിയുടെ കാമ്പ്. കോടതിക്ക് ഇങ്ങനെ പറയാൻ ഒരു തെളിവും കൈവശമില്ല. ഉള്ളത് ഉള്ളിൽ തോന്നിയ സംശയങ്ങൾ മാത്രം. കോടതിയുടെ സംശയം കോടതിയുടെ ബോധ്യമായി, കോടതിയുടെ ബോധ്യം കോടതിയുടെ വിധിയായി. ഈ വിധി കേരളത്തിനും ബോധിച്ചാൽ മുസ്ലിങ്ങളെപ്പോലെ കുഴപ്പക്കാർ ഇല്ലെന്ന് കരുതേണ്ടി വരും. അപകടമാണ് ഈ കോടതി വിധിയെന്ന് 95 പേജും വായിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകും. വൈക്കംകാരിയായ പെൺകുട്ടിയെ ഇസ്ലാമിലേക്ക് വശീകരിച്ചെന്നാണ് വിധിന്യായം വിശദീകരിക്കുന്നത്. അമ്മയോടും അച്ഛനോടും വെറുപ്പ് കുത്തിവെച്ചെന്നാണ് കോടതി കണ്ടെത്തുന്നത്. കോടതിയുടെ കൈകളിൽ നിന്നും രക്ഷപ്പെടാനുള്ള കുറുക്കുവഴിയായിട്ടാണ് കൊല്ലംകാരനെ ഹാദിയ നിക്കാഹ് കഴിച്ചതെന്നും നീതിപീഠം ന്യായം നിരത്തുന്നു. പിന്നിൽ പ്രവർത്തിച്ച സംഘടനയെ കണ്ടെത്തണമെന്നാണ് പരമപ്രധാന നിർദ്ദേശം. ഒടുവിൽ ഹാദിയ എന്ന അഖിലയെ അച്ഛൻ അശോകന്റെയും അമ്മ പൊന്നമ്മയുടെയും കൈകളിൽ ഭദ്രമായി ഏൽപ്പിച്ച് കൃതാർത്ഥഭാവത്തിൽ കണ്ണീരണിഞ്ഞാണ് കോടതി കേസ് അവസാനിപ്പിക്കുന്നത്. അങ്ങനെ ഹിന്ദു പെൺകുട്ടികളെ പ്രണയം നടിച്ച് നാടുകടത്തുന്ന നീചരുടെ കയ്യിൽ നിന്ന് കോടതി തന്നെ രക്ഷകന്റെ അവതാരമെടുക്കുമ്പോൾ 6 ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം ചോദിക്കുന്നത്. 1. മതം മാറിയ പെൺകുട്ടിയുടെ നിക്കാഹ് നിയമപരമല്ലെന്ന് കണ്ടെത്തിയ കോടതി വിധി ഏകപക്ഷീയമോ? 2. തെളിവുകൾ നിരത്തുന്നതിന് പകരം സംശയങ്ങൾ മാത്രം മുൻനിർത്തി കോടതി വിധി പറഞ്ഞത് നീതിപൂർവകമായോ? 3. പ്രായപൂർത്തിയായ പെൺകുട്ടിയുടെ പൌരാവകാശം സംരക്ഷിക്കേണ്ട കോടതി രക്ഷാകർത്താവായത് ആരെ രക്ഷിക്കാൻ? 4. മുസ്ലിം സമൂഹത്തെ സംശയമുനയിൽ നിർത്തുന്നതോ ഹാദിയ കേസിലെ കോടതി വിധി? 5. ലവ് ജിഹാദും IS റിക്രൂട്ട്മെന്റും കോടതി സംശയിക്കുന്നത് വസ്തുതകളുടെ പിൻബലത്തിലോ? 6. ഹാദിയ കേസിലെ സർക്കാർ അഭിഭാഷകന്റെ വാദം പിണറായി സർക്കാരിന്റെ പ്രഖ്യാപിത നിലപാടോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടുകയാണ് സൂപ്പർ പ്രൈം ടൈം. കുറ്റം ചെയ്തത് കോടതിയോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് നസറുദ്ദീൻ എളമരം, RSS സംസ്ഥാന സമിതി അംഗം EN നന്ദകുമാർ, സാമൂഹ്യ ചിന്തകൻ പ്രൊഫസർ MN കാരശ്ശേരി, സുപ്രീംകോടതി അഭിഭാഷകൻ രഞ്ജിത്ത് മാരാർ എന്നിവർ.